സ്തോത്രം. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചിരുന്ന വിഷയങ്ങളുടെ തുടർച്ചയായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 1 തുടങ്ങിയുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 3-4 ആഴ്ചകളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൻ്റെ 1, 2, 3 പാട്ടുകൾ നാം ചിന്തിച്ചു. ദൈവം കൃപയാണെങ്കിൽ ഇന്ന് 4-ാമത്തെ പാട്ട് നമുക്ക് ചിന്തിക്കണം. ഞാൻ മലയാളത്തിൽ വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 1, 2 വാക്യങ്ങൾ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻതൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാവുന്നു. വാതിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയിലാകുന്നു. നമുക്കൊരു വാക്കോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിട്ടുള്ള ഈ നല്ല സന്ധ്യാസമയത്തിന് കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. പാടുവാനും സ്തുതിപ്പാനൊക്കെയും കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകിയ നിന്റെ വലിയ സ്നേഹത്തിനായി സ്തോത്രം. തിരുവെഴുത്തുകളെ ധ്യാനിപ്പത്തക്കവണ്ണം കർത്താവെ അടിയങ്ങളെ നീ കൂട്ടി വരുത്തിയതിന്റെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് ദൈവമേ, പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടെ ഈ ശബ്ദം കടന്നു ചെല്ലുന്ന ഓരോ വ്യക്തികളുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിച്ച കർത്താവിന്റെ ശക്തിയെ, കർത്താവിന്റെ പുനരുദ്ധാന ശക്തിയെ തന്നെ ഓരോരുത്തരും വെളിപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൽ ഗ്രഹിക്കുന്ന തടസ്സമായിക്കൊണ്ട് വ്യക്തികളിൽ പരിസരങ്ങളിൽ വ്യാപരിക്കുന്ന സകല അധർമ്മത്തിന്റെ വ്യാപാരങ്ങളെയും പുത്രത്തിന്റെ അധികാരത്തോടെ യേശു ക്രിസ്തുവിന്റെ നാമത്തെ അഫലമാക്കി ദൂരെ നിർത്തുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം അല്പമായിട്ട് ആഴത്തിൽ തന്നെ ഈ വാക്യങ്ങളൊക്കെ ചിന്തിക്കുവാൻ കാരണമായി തീർന്നു. ദൈവമായ കർത്താവ് നമ്മളെ സഹായിച്ചു. ഹല്ലേലൂയ. നമ്മൾ യൂട്യൂബിലും കൂടെ അപ്ലോഡ് ചെയ്യുന്ന കാരണം പല ആൾക്കാരും അത് കാണുന്നുണ്ട്. സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. നമുക്ക് മഹത്വത്തിനല്ല, ക്രൂശിന്റെ മഹത്വം വർദ്ധിക്കത്തക്ക വേണം. ആമേൻ. തന്നെ അന്വേഷിക്കുന്നവരുടെ ഇടയ്ക്കിലേക്ക് അത് കടന്നു ചെല്ലുവത്തക്ക വേണം. കർത്താവ് സഹായിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചകളിൽ നാം ചിന്തിച്ചത്, ആമേൻ, ഇവിടെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഈ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആട് ആരാണ്? സ്തോത്രം. ആട്ടിൻ തൊഴുത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, വീണ്ടും ജനനം പ്രാപിച്ച് ദൈവ കുടുംബത്തിൽ ജനിച്ചവരാണ് ആടുകൾ. മറ്റവരും തന്നെ ഈ പറയുന്ന കൂട്ടത്തിൽ പെട്ടതല്ല. അങ്ങനെ വീണ്ടും ജനിച്ചവരുടെ കൂട്ടത്തെ പറയുന്നതാണ് ആട്ടിൻ തൊഴുത്ത് എന്ന് നമ്മൾ തിരുവഴുത്തിൽ കൂടെ ധ്യാനിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഈ ആട്ടിൻ തൊഴുത്തിന്റെ അല്ലെങ്കിൽ ചർച്ച് ഓഫ് ക്രൈസ്റ്റിന്റെ ചില പ്രത്യേകതകളെ കുറിച്ചുകൊണ്ട് നാം ചിന്തിച്ചു വന്നപ്പോഴാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടി വന്നിരുന്നത്. സ്തോത്രം. അതിനകത്ത് നമ്മൾ ആദ്യമായിട്ട് ചിന്തിച്ചതായിരുന്നു, സ്തോത്രം, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായിട്ട് വിളിച്ചു. നമ്മളത് വളരെ വ്യക്തമാക്കിയിരുന്നു. ഏക പ്രത്യാശ. ഒരുവന്റെ പ്രത്യാശ എന്ന് പറയുന്നത് സ്വർഗമല്ല, ക്രിസ്തുവിൽ അവനോടുകൂടെ ഒന്നായി തീരുക. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിച്ച് അവനുമായിട്ട് ഒന്നായി ചേരുക. ഇതാണ് പ്രത്യാശ. പലരും സ്വർഗത്തിൽ പോകാമെന്നുള്ള പ്രത്യാശയോട് കൂടിയായിരുന്നു. ക്രിസ്തുവിനെ കൂടാതെ സ്വർഗത്തിലേക്ക് ഒരു എൻട്രി സാധ്യമല്ല. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായിട്ട് വിളിച്ചു. ഒരു പക്ഷേ നമുക്കിതുപോലെ വചനം വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കാം. കർത്താവിന്റെ ഭാഗത്തേക്ക് കടന്നു വന്നപ്പോൾ, വിശ്വസിച്ചപ്പോൾ, രക്ഷയേറ്റ് പറഞ്ഞപ്പോൾ, സ്നാനപ്പെട്ടപ്പോൾ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ ഒക്കെ തന്നെ ഇതെല്ലാം അറിഞ്ഞിട്ടല്ല ആരും തന്നെ പ്രവേശിക്കുന്നത്. ആമേൻ. ഹൃദയത്തെ അറിയുന്നവനായ കർത്താവ് നാം ഓരോ വാക്യങ്ങളും ഓരോ ദൈവഗീതവും നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ അതിനോട് നമ്മുടെ ഹൃദയത്തെ അനുകൂലപ്പെടുത്തുകയാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വചനത്തിന്റെ ആഴങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിനെയും വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നമ്മുടെ പ്രത്യാശയെ കുറെ കൂടെ പുതുക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് 2 പീറ്ററിലെ 1-ാം അധ്യായത്തിന്റെ 5 തുടങ്ങിയുള്ള വാക്യങ്ങൾ നാം വായിച്ചാണ്. ആമേ. വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം, ഇന്ദ്രിയത്തോട് ഭക്തി, ഭക്തിയോട് സ്ഥിരത, സ്ഥിരതയോട് സഹോദരപ്രീതി, ആമേ, സഹോദരപ്രീതിയോട് സ്നേഹം. ഇങ്ങനെയൊക്കെ നാം ചിന്തിച്ചിരുന്നു. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് നടക്കുന്നത്. ബൈ എക്സസൈസിങ് ഫെയ്ത്ത്, ക്രിസ്ത്യൻ എനർജി. അപ്പോൾ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നടക്കുന്നത്. അതുകൊണ്ട് അയ്യോ, ഞാനിതൊന്നും അറിഞ്ഞിട്ടല്ലല്ലോ വിശ്വാസത്തിലേക്ക് വന്നത്, ഞാൻ വീണ്ടും ജനം പ്രാപിച്ചോ, ഞാൻ ദൈവ കുടുംബത്തിലാണോ, അയ്യോ ഞാൻ ഈ ആട്ടിൻകൂട്ടത്തിൽ പെട്ടതാണോ ചിന്തയുടെ ആരും വേണ്ട. സ്തോത്രം. കർത്താവ് നമ്മുടെ ഹൃദയത്തെ അറിഞ്ഞുകൊണ്ട് ഇടപെടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനോട് എതിർക്കാതിരിക്കുക. ഹല്ലേലൂയ. എതിർത്ത് കഴിഞ്ഞാൽ അവിടെ ഒബ്സ്റ്റാക്കിൾ ആവും, അവിടെ ഹൃദയം കഠിനപ്പെടും. പിന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ സാധ്യമല്ല. സ്തോത്രം. നമ്മൾ ചിന്തിച്ചു വിളിച്ചപ്പോൾ ഏക പ്രത്യേക വിളിച്ചു എന്നിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ശരീരം ഒന്ന്. ഇവിടെ ഒന്ന് എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ചിലയിടങ്ങളിൽ ലിറ്ററലായിട്ട് ന്യൂമെറിക്കലായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചിലയിടങ്ങളിൽ വണ്ണസിനെ കാണിക്കുന്നതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഞാൻ പിന്നീട് വിശദീകരിക്കാം, ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അപ്പോൾ ശരീരം ഒന്ന് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, ആത്മാവ് ഒന്ന്.
നിന്റെയൊക്കെ ആവശ്യകത എന്താണ്? നമ്മളെല്ലാവരും വ്യാപരിക്കുന്ന ആത്മാവ് ഒന്നായിരിക്കേണ്ട ആവശ്യകത എന്താണ്? അതല്ലാതെ ദുഷ്ടന്റെ ആത്മാവുണ്ട്, അന്യക്രൈസ്റ്റിന്റെ ആത്മാവുണ്ട്, ഇങ്ങനെ പല പല വ്യാജ ആത്മാക്കളുടെ പ്രവൃത്തികളൊക്കെയും കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നത് കൊണ്ട് 1-ാം നൂറ്റാണ്ടിൽ തന്നെ പ്രവർത്തിച്ചു, ഇന്ന് വളരെ തീക്ഷ്ണമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ തന്നതാണ്. സ്തോത്രം. അതിനുശേഷം നമ്മൾ ചിന്തിച്ചു കർത്താവ് ഒരുവൻ. ആമേൻ, സ്തോത്രം. ഇന്നും അനേക കർത്താക്കന്മാര് കർത്തൃത്വം നടത്തുന്നുണ്ട്. എന്നാൽ അതൊക്കെയും തന്നെ കാറ്റിക്കളഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി ദൈവനീതിക്ക് പൂർണ്ണ തൃപ്തി വരുമാറ് അദൃശ്യനായ ദൈവം ദൃശ്യമായ മനുഷ്യ ശരീരം എടുത്തുകൊണ്ട്, മനുഷ്യനുള്ളതുപോലെ ശരീരവും പ്രാണനും ആത്മാവും എടുത്തുകൊണ്ട്, ഹല്ലേലൂയ, മനുഷ്യന്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലുമുള്ള ശിക്ഷയെ സ്വമേധയാ തന്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും ഏറ്റെടുത്തുകൊണ്ട് ആമേൻ അവന്റെ ശരീരം ക്രൂശിൽ കിടക്കുമ്പോൾ അവന്റെ പ്രാണനും ആത്മാവും മനുഷ്യർ ദുഷ്ടന്മാരായിരിക്കുന്നവർ പോയി ശിക്ഷ അനുഭവിക്കേണ്ട പാതാളത്തിൽ കടന്നു എന്ന് ശിക്ഷ അനുഭവിച്ചു എന്നാണ് സങ്കീർത്തനം 18, സങ്കീർത്തനം 16:10, അതുപോലെ തന്നെ എബ്രായരുടെ 5-ാം വാക്യം, സങ്കീർത്തനം 116 3 വാക്യങ്ങളിൽ കൂടെയൊക്കെ നാം ചേർത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വിശ്വാസം 1. ഹല്ലേലൂയ. ഇവിടെ ന്യൂമറിക്കലായിട്ട് 1 എന്നതാണ് കൊടുത്തിരിക്കുന്നത്. ന്യൂമറിക്കലായിട്ടുള്ള ഒരു മീനിങ് ആണ് കൊടുത്തിരിക്കുന്നത്, 1. ഇന്ന് ഇതിനെക്കുറിച്ച് ചിന്തിച്ചു വരുമ്പോൾ അനേക ഡീവിയേഷൻസും ഉണ്ട്. യെരമ്യാവിനെ വിളിക്കുന്ന സമയത്ത് ഞാൻ ആ വാക്യം ഒന്ന് എടുത്ത് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. യെരമ്യാ പ്രവചന പുസ്തകത്തിന്റെ 1-ാം അധ്യായം സ്തോത്രം, അതിന്റെ 8-ാം വാക്യം തുടങ്ങി, നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടിവിക്കേണ്ടത് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. പിന്നെ യഹോവ കൈ നീട്ടി എന്റെ വായ തൊട്ടു, ഞാൻ എന്റെ വചനങ്ങൾ നിന്റെ വായ തന്നിരിക്കുന്നു. നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വച്ചിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ദൈവം വിളിച്ചു വേർതിരിച്ചു ഒരു പ്രത്യേക ശുശ്രൂഷ കൊടുക്കുന്ന ഒരു ദൈവദാസന്റെ നാവിന്മേ ദൈവം വചനം കൊടുക്കുന്നത് അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രമല്ല, വ്യാജമായതിനെ നിർമൂലമാക്കുക, വ്യാജമായതിനെ ഇടിച്ചു പൊളിക്കുക, എന്നിട്ട് ഒറിജിനൽ ആയതിനെ, സത്യമായതിനെ പണിതെടുക്കുക. അപ്പോൾ ഇന്ന് വിശ്വാസ കോണത്തില് വ്യാജമായ വിശ്വാസങ്ങൾ അനേകരിലുണ്ട്. ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ വ്യാജത്തെ ഉടച്ചു കളഞ്ഞ് സത്യത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആരെങ്കിലും വിശ്വാസങ്ങള് വ്യാജമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെസ്സേജിൽ കൂടെ മനസ്സിലാകും എന്റെ വിശ്വാസം തെറ്റായിരുന്നു. ഭയപ്പെടേണ്ട വിഷയമില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങൾ വ്യാജ വിശ്വാസത്തിൽ കൂടെ പോയി നരകക്കുഴിയിൽ ചെന്ന് വീഴുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുമ്പോൾ അതിനെ ഉടച്ചു കളയുക. ഞാൻ പറഞ്ഞല്ലോ, യാഗപീഠത്തിൽ കൊണ്ടുവരുന്ന മൃഗത്തിന്റെ തോലുരിക്കുന്ന പരിപാടി കൊണ്ടുവരുന്നവന്റെ ഉത്തരവാദിത്തമാണ്. പുരോഹിതനല്ല തോലുരിക്കുന്നത്. തോലുരിക്കുക എന്ന് പറഞ്ഞാൽ സെൽഫ് ഐഡന്റിറ്റി എല്ലാം ഉരിഞ്ഞു കളയുക. നമ്മുടെ വിശ്വാസത്തിൽ വ്യാജമാണെങ്കിൽ അതിന് ഉരിഞ്ഞു കളയുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ശരിയായതിന് ഞാൻ ഇന്ന് മെസ്സേജ് തരുന്നതായിരിക്കും. സ്തോത്രം. അപ്പോൾ അതിന് ഇൻട്രൊഡക്ഷനിലേക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ രക്ഷ എങ്ങനെ നടക്കുന്നതിനെ കുറിച്ച് കൊണ്ട് ചില വിവരണങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. എങ്ങനെയാണ് ഒരു സോൾ രക്ഷ പ്രാപിക്കുന്നതിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കണ്ടീഷൻ. ഹല്ലേലൂയ. ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനുകളെല്ലാം തന്നെ ഫുൾഫിൽ ആകാത്തോളത്തോളം, അത് മാനുഷിക രീതിയിലോ അല്ലെങ്കിൽ ഒരു സംഘടന ഉപദേശിക്കുന്നതോ ഒരു മതം ഉപദേശിക്കുന്ന രീതിയല്ല, തിരുവെഴുത്തുകളിൽ കൂടെ ദൈവഹിതം എപ്രകാരമെന്ന് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന തിരുവെഴുത്തുകളെ ആധാരമാക്കിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നതായ കണ്ടീഷൻ, അതായത് ആദാമ്യ സന്തതികൾ, ആമേൻ, ദൈവകൃപയിൽ നിന്ന് വീണുപോയ ആദാമ്യ സന്തതികൾക്ക് വീണ്ടും ദൈവത്തോട് റീകൺസൈൽ ചെയ്യുവാൻ, നിരപ്പ് പ്രാപിച്ചുകൊണ്ട് രക്ഷപ്പെടണമെങ്കിലുള്ള മിനിമം കണ്ടീഷൻസ് ആണ് ഈ 6 കണ്ടീഷൻസ് ഞാൻ വായിക്കുന്നത്. ഫസ്റ്റ് കണ്ടീഷനാണ് അറ്റോൺമെന്റ്. ഇന്ന് വിശ്വാസ ഗോളത്തില് അനേകര് അദൃശ്യനായ ദൈവം ദൃശ്യമായ മനുഷ്യ ശരീരം എടുത്തുകൊണ്ട്
കന്യകയിൽ ഭൂജാതനായി അവൻ മനുഷ്യരുടെ പാപികളുടെ പാപമോചനത്തിന് വേണ്ടി പാപപരിഹാരമായി തീർന്നു, മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, തന്നെ വിശ്വസിക്കുന്നവരെ ചേർക്കുവാൻ വീണ്ടും വരും എന്നൊരു വിശ്വാസം മാത്രമുണ്ട്. ഓഫ് കോഴ്സ് ഇത് വിശ്വാസം ശരിയാണ്, പക്ഷേ ഇത് ഇൻസഫിഷ്യന്റ് ആണ്. ഇങ്ങനെ ഒരു വിശ്വാസം യാക്കോബ് തന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു. ഈ പറഞ്ഞ വിശ്വാസം, അതായത് അദൃശ്യനായ ദൈവം ദൃശ്യമായ മനുഷ്യ ശരീരം എടുത്തുകൊണ്ട് കന്യകയിൽ ഭൂജാതനായി മാനവജാതിയുടെ മേലുള്ള ശിക്ഷയെ തന്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും ഏറ്റെടുത്ത് അവർക്ക് പകരമായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ നോളജ് മാത്രമാകുന്നുള്ളൂ. ഈ എന്തിനു വേണ്ടിയായിരുന്നു അറ്റോൺമെന്റ്? ദൈവം നീതിമാനും മഹാദൈവാനുമായിരിക്കുന്ന ദൈവം മനുഷ്യനോട് ഒരു അറ്റോൺമെന്റ് കൂടാതെ തന്നെ ക്ഷമിക്കാൻ മേലായിരുന്നോ? ഇവിടെയാണ് ദൈവമക്കൾ വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഒട്ടുമിക്കാറും എല്ലാ മെസ്സേജുകളിലും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. കാരണം ഇന്ന് വിശ്വാസഗോളത്തിൽ നിന്ന് തുടച്ച് മാറ്റപ്പെട്ടിരിക്കുകയാണ്. അറ്റോൺമെന്റ് എന്ന് പറയുന്നത് ദൈവവും പിതാവായ ദൈവവും പുത്രനായ ദൈവവും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് ആണ്. ദ കോൺട്രാക്ട് ഓഫ് അല്ലെങ്കിൽ ദ കവനന്റ് ഓഫ് റിഡംപ്ഷൻ എന്ന് പറയുന്നത്. വീണുപോയ മനുഷ്യരെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം പിതാവായ ദൈവം പുത്രനായ ദൈവം ചെയ്യുന്ന ഒരു കവനന്റിലെ ഒരു കണ്ടീഷനാണ് അറ്റോൺമെന്റ്. അറ്റോൺമെന്റിന്റെ ആവശ്യകത എന്താണ്? ദൈവിക ഭരണകൂടമാണ്, അല്ലെങ്കിൽ ദൈവിക നീതിയാണ് പാപം ചെയ്ത മനുഷ്യന്റെ മേൽ ശിക്ഷ വിധിച്ചത്. ദൈവമല്ല ശിക്ഷ വിധിക്കുന്നത്. ആ ദൈവനീതിക്ക് പൂർണ്ണ തൃപ്തി വരുമാറ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സാക്രിഫൈസ്, ഒരു യാഗം നടക്കാത്തോടത്തോളം, അല്ലെങ്കിൽ മാനവജാതിയുടെ മേൽ വന്ന ശിക്ഷയ്ക്ക് പരിഹാരമായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പരിഹാരം നടത്താത്തോടത്തോളം ദൈവനീതിക്ക് മനുഷ്യന്റെ മേലുള്ള ശിക്ഷ ഇളവ് ചെയ്യുവാനോ മാറ്റുവാനോ സാധ്യമല്ല. ദൈവത്തിന് അധികാരമില്ല. ഹല്ലേലൂയ. അപ്പൊ ദൈവിക ഭരണകൂടം ദൈവം എറ്റേണൽ ആയിരിക്കുന്നത് പോലെ, മാറ്റമില്ലാത്തവനായിരിക്കുന്നത് പോലെ, നിത്യനായിരിക്കുന്നത് പോലെ ദൈവിക ഭരണകൂടവും മാറ്റമില്ലാത്തതാണ്, നിത്യമാണ്. ഇത് ശരിക്കും മനസ്സിലാക്കണം. ഹല്ലേലൂയ. അപ്പോൾ ആ അറ്റോൺമെന്റ് ദൈവഹിത പ്രകാരം ദൈവനീതിക്ക് പൂർണ്ണ തൃപ്തി വരുമാറ് പൂർണ്ണമായി നടന്നുവെന്ന് വെളിപ്പെടുത്തുന്നതാണ് റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. ഇംഗ്ലീഷിലാണെങ്കിൽ 4-ാം വാക്യം. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. ഇത് വിശ്വസിച്ചത് കൊണ്ട് നമ്മുടെ രക്ഷ നടക്കുന്നില്ല. ഇത് ഒരു കണ്ടീഷനാകുന്നുള്ളൂ. ഹല്ലേലൂയ. അടുത്ത കണ്ടീഷനാണ് റിപ്പന്റൻസ്. റിപ്പന്റൻസിനെ ഞാൻ വളരെ ഷോർട്ടായിട്ട് ഒറ്റ സെന്റൻസിൽ പറഞ്ഞാൽ, ഏദൻ തോട്ടത്തില് ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഉണ്ടായിരുന്നത് ഡിസ്ഇൻട്രസ്റ്റഡ് ലവ് ആയിരുന്നു, നിസ്വാർത്ഥ സ്നേഹം. എന്നാൽ സൈറ്റാനാൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ആ ദൈവിക തേജസ് അവന് വിട്ടുപോകത്തക്ക വേണം അവൻ സെൽഫിനെ തിരഞ്ഞെടുത്തു. ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് സെൽഫ്, സ്വയച്ഛയുടെ നിർവഹണം. റിപ്പന്റൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്വമേധയെ തിരഞ്ഞെടുത്തതായ സെൽഫ് ഗ്രാറ്റിഫിക്കേഷനെ ഒഴിച്ചു കളഞ്ഞ് റീനൗൺസ് ചെയ്ത് ദൈവം തന്റെ സ്വരൂപത്തിന് സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ട സമയത്തുണ്ടായിരുന്ന ഡിസ്ഇൻട്രസ്റ്റഡ് ലവ്, നിസ്വാർത്ഥ സ്നേഹം സ്വീകരിക്കുക. ഇതിനെയാണ് വൺ സെന്റൻസിൽ അല്ലെങ്കിൽ വളരെ ഷോർട്ടായിട്ട് റിപ്പന്റൻസ് എന്ന് പറഞ്ഞാൽ. ഒരു മതത്തിൽ നിന്ന് ഒരു മതം മാറ്റുന്നതോ, ഒരു ധർമ്മത്തിൽ നിന്ന് വേറൊരു ധർമ്മത്തിലേക്ക് മാറ്റുന്നതോ, ഒരു ജാതിയിൽ നിന്ന് പെന്തിക്കോസിൽ ചേരുന്നത് കൊണ്ടോ റിപ്പന്റൻസ് നടക്കുന്നില്ല. Unless otherwise you totally change your ultimate intention from the self gratification to the will of God. എന്നാൽ മാത്രമേ റിപ്പന്റൻസ് സ്വർഗം അംഗീകരിക്കുന്നുള്ളൂ. ഇന്ന് പല മതവിഭാഗങ്ങളും പല വിധത്തിൽ പഠിപ്പിച്ച് ജീവിതങ്ങളുടെ ഹൃദയത്തിലൊക്കെ തൽക്കാലത്തേക്ക് ഒരു അനുതാപം, അത് റിപ്പന്റൻസ് അല്ല. ഹല്ലേലൂയ. അടുത്ത കണ്ടീഷനാണ് വിശ്വാസം എന്ന് പറയുന്നത്, ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഇതാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്തതിന് മുമ്പ് അടുത്ത കണ്ടീഷൻ പറയുന്നതാണ് സാങ്ക്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ സെറ്റ് അപ്പാർട്ട് ഫോർ ഗാഡ്. അടുത്ത കണ്ടീഷനാണ് പെർസീവറൻസ്, അതായത് അന്ത്യം വരെയും ഈ വിശ്വാസത്തിൽ റിപ്പന്റൻസിൽ തുടരുക.
ഫൈനൽ കണ്ടീഷനാണ് ഫൈനൽ ജസ്റ്റിഫിക്കേഷൻ. അപ്പോഴാണ് ഒരു സോൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത്. ഇവിടെ ഒരു പിശാചിന്റെ ഉത്സവം നടക്കുന്നുണ്ട്. അപ്പോൾ സ്തോത്രം, ഈ 6 കണ്ടീഷനും അതിന്റെ ഫുൾനെസ്സിൽ ദൈവഹിത പ്രകാരം സ്വർഗം അംഗീകരിക്കുന്ന വിധത്തിൽ നടന്നാൽ മാത്രമേ ഒരു സോൾ രക്ഷിക്കപ്പെട്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ഇന്ന് പൊതുവെ ഈ പഴഞ്ചൊല്ല് പോലെയായി തീർന്നു, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു എന്ന് പറയുന്നത് ഇമ്പോസിബിൾ. ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കണ്ടീഷൻസ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതിലെ ഒരു കണ്ടീഷനാണ് ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ്. അതാണ് ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്. എഫെസ്യർ 4 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു വിശ്വാസം. അപ്പൊ അതിലെ ഒരു വ്യാജ വിശ്വാസത്തെ ഞാൻ പറഞ്ഞു, അറ്റോൺമെന്റ് നടന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട്. അത് സത്യവേദ പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് തന്നെയാണ്. അത് വിശ്വസിക്കുന്നതിന് ആ വിശ്വാസത്താൽ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിക്കുന്നതിന് ആവശ്യമായ ഒരു കണ്ടീഷനാണ് അറ്റോൺമെന്റ് യേശു ക്രിസ്തുവിൽ നടന്നു എന്ന് ചിന്തിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയാറുണ്ട്, സത്യവേദ പുസ്തകം അല്ലെങ്കിൽ വിശുദ്ധ ബൈബിൾ, ഹോളി ബൈബിൾ എന്ന് പറയുന്നത് ക്രിസ്തു ആരാണെന്നും ക്രിസ്തുവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം എന്താണെന്നും വെളിപ്പെടുത്തുന്ന, സ്വർഗം വെളിപ്പെടുത്തുന്നിരിക്കുന്ന തിരുവെഴുത്തുകളാണ് സത്യവേദ പുസ്തകം അല്ലെങ്കിൽ വിശുദ്ധ ബൈബിൾ, ഹോളി ബൈബിൾ എന്ന് പറയുന്നത്. ഇതിൽ നിന്നും മനുഷ്യരായ നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് ഞാനും ഈ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കി എന്നെ ഹൃദയത്തിൽ വാഴുവാൻ അതിന്റെ നെസസിറ്റിയെ ശരിക്കും മനസ്സിലാക്കിയിട്ട് ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിനെ എന്റെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ച് അവനുമായിട്ട് ഞാൻ ഒന്നായി ചേർന്ന് ഒബീഡിയൻസിൽ ഒന്നായി ചേരുവാനാണ് ഈ തിരുവെഴുത്തിൽ കൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അങ്ങനെ അവനുമായിട്ട് ഒന്നായി ചേർന്ന് മുന്നോട്ടുള്ള യാത്ര നിത്യതയിലും തുടർന്നു കൊണ്ടുപോകുന്നതിന് പറയുന്ന പേരാണ് ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ കുറിച്ച് ദൈവവചനത്തിൽ തന്നെ കിട്ടുന്ന വെളിപ്പാടുകളാണ്. ദൈവവചനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ എഴുതിയിരിക്കുന്ന സത്യങ്ങൾ ശരിയാണെന്ന് നിങ്ങൾ അംഗീകരിക്കുകയും അതിൽ വിശ്വസിക്കുന്നതുകൊണ്ട് വിശ്വാസമാകുന്നില്ല. അത് ശരിയായ വിശ്വാസമല്ല. It is not a saving faith. ഇന്ന് അനേകര് വിശ്വാസഗോളത്തില് ഈ വ്യാജ വിശ്വാസങ്ങളിൽ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് ഇത്തരം വ്യാജ വിശ്വാസങ്ങളെ ഉടച്ച് നിർമൂലമാക്കി ശരിയായ വിശ്വാസത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ നടുവാനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടുകൂടെ നിങ്ങളോട് പറയുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ശരിയായ വിശ്വാസം അല്ലെങ്കിൽ സേവിങ് ഫെയ്ത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയെ, സെപ്പറേഷൻ ഫ്രം ഗോഡ് എന്ന് എങ്ങനെ വന്നു, എങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാക്കി നമ്മെ എഫെസ്യർ 2 അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഞാൻ എടുത്തത് വായിക്കുകയാണ്. എഫെസ്യർ 2 അധ്യായത്തിന്റെ 10 വാക്യം തുടങ്ങി, സ്തോത്രം, 11 തുടങ്ങി വായിക്കാം. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത്, ശ്രദ്ധിക്കണം, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവേ. ഇതായിരുന്നു എന്റെ ശരിയായ അവസ്ഥ. ആമേൻ. അല്ലെങ്കിൽ വീണ്ടും ജന്മം പ്രാപിക്കാത്ത ഒരു വ്യക്തിക്ക് ഇതാണ് എന്റെ ശരിയായ അവസ്ഥ എന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് നിത്യജീവൻ പ്രാപിക്കാൻ ആവശ്യമായിരിക്കുന്ന ഏക ഉറവിടമായ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിനെ എന്റെ ഹൃദയത്തിൽ വാഴുവാൻ ഞാൻ വ്യക്തിപരമായിട്ട് യാതൊരു നിർബന്ധത്താലുമല്ല, എന്റെ സ്വതന്ത്ര മനസ്സിനാൽ, എന്റെ ഫ്രീ വില്ലിനാൽ എന്റെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ച് അവനുമായി ഞാൻ ഒബീഡിയൻസിൽ ഒന്നായി തീർന്നാൽ മാത്രമേ എനിക്ക് നിത്യജീവനുള്ളൂ എന്ന് മനസ്സിലാക്കി അവനുമായിട്ട് ഒന്നായി ചേർന്ന് യാത്ര ചെയ്യുന്നതിനാണ് ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ്, ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. ബൈബിൾ ശരിയാണെന്ന് അംഗീകരിച്ചുകൊണ്ടായില്ല, ചില സഭകൾ പഠിപ്പിക്കുന്ന ഉപദേശങ്ങൾ ശരിയാണെന്ന് അംഗീകരിച്ചുകൊണ്ടായില്ല. അൺലെസ് അതർവൈസ് നിത്യജീവനായിരിക്കുന്ന ക്രിസ്തു നിങ്ങളിൽ വസിച്ച് അവനുമായിട്ട് ഒബീഡിയൻസിൽ ഒന്നായി തീരാത്തോളം അത് വിശ്വാസമല്ല. അങ്ങനെ അല്ലാത്ത വിശ്വാസം ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഉടച്ചു തന്നെ കളയുക.
എന്നിട്ട് ഉയർത്തെന്നിട്ടാണ് ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ച് അവൻ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവരായി സ്വർഗത്തിൽ മരിക്കുന്നത് പോലെ തന്നെ അതേ ക്രിസ്തു തന്നെ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിച്ച് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവരായി നിങ്ങളിലും നിങ്ങളിൽ കൂടെ കർത്തൃത്വം നടത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് അവനുമായിട്ട് അനുസരണത്തിൽ ഒന്നായി മുന്നോട്ട് യാത്ര ചെയ്യുന്ന പറയുന്ന പേരാണ് ഒബീഡിയൻസ് അല്ലെങ്കിൽ ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രം വായിച്ച് അതിൽ വിശ്വസിക്കുന്ന വിശ്വാസമാണെന്ന് മിക്കവരും തുടർന്നുകൊണ്ടിരിക്കുന്നത്. മിക്ക സഭകളുടെയും ആമേൻ എന്താ പറയുന്നത്, ഈ ഓർത്തഡോക്സ് അല്ലെങ്കിൽ കത്തോലിക്കര് അല്ലെങ്കിൽ യാക്കോബേ സഭകളുടെയൊക്കെ വിശ്വാസ പ്രമാണം പഠിച്ചു കഴിഞ്ഞാൽ അവരിതൊക്കെ സ്ഥിരമായിട്ട് ഏറ്റുചൊല്ലും. ഈ ഏറ്റുചൊല്ലുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാലക്കുടിയാണ്. കള്ളുകുടിയിൽ ഏറ്റവും ഫസ്റ്റ് റാങ്ക്, ഏഷ്യയിലെ ഫസ്റ്റ് റാങ്ക് മേടിക്കുന്നവര് അവര് ക്രിസ്തുവാണ് വസിക്കുന്നത്. ഞാൻ ചാലക്കുടിക്കാരനാ. സ്തോത്രം. ഈ ഒരു സത്യത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് ക്രിസ്തുവുമായിട്ട് ഒന്നായി തീർന്ന് ഇതാണ് സച്ചിനെ പറഞ്ഞിരിക്കുന്നത് ഒരു വിശ്വാസം. അനേകരുണ്ട് നേരം വെളുക്കുമ്പോ 11 എടുത്ത് വായിച്ചു, സന്ധ്യാബന്ധം എടുത്ത് വായിച്ചു, കിടന്നുറങ്ങാൻ നേരത്തൊന്ന് എടുത്ത് വായിച്ചു, ഒന്ന് പ്രാർത്ഥിച്ചു കിടന്നു, സ്വർഗത്തിൽ പോകാമെന്ന ചിന്താഗതി. നോ നോ. സ്വർഗത്തിൽ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ? അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. സ്വർഗത്തിൽ ഇരുട്ടിൽ ഒട്ടും സ്ഥാനമില്ല. ഇനി വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിനും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഹോളി ആയിരുന്നല്ലയോ, വിശുദ്ധനായിരുന്നല്ലയോ? ആ വിശുദ്ധനായിരുന്ന ആദാമിന് അശുദ്ധൻ എന്ന് എണ്ണപ്പെടുവാൻ കാരണമായി തീർന്ന എന്താ? ഡിസൊബീഡിയൻസ്. ഡിസൊബീഡിയൻസ് ടു ദ ലോ ഓഫ് ഗാഡ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഒബീഡിയൻസ് ടു ദ ലോ ഓഫ് ഗാഡ്. ഇതാണ് റോമാലേഖനം 7-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് നല്ല കാര്യമായിട്ട് വിശദീകരിച്ചിരിക്കുന്നത്. നന്മ ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നന്മ തിന്മകളെ തിരിച്ചറിയുവാനാണല്ലോ വൃക്ഷഫലം പറിച്ചു തന്നത്. നന്മ തിന്മകളെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ ഇച്ഛിക്കാത്ത തിന്മയത്രേ ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്ത തിന്മ ഞാൻ ചെയ്യുന്നുവെങ്കിലോ അത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. വീണ്ടും ജനനം പ്രാപിച്ച് ദൈവ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന പൗലോസാണ് പറയുന്നത്. ഇതിൽ നിന്നും രക്ഷ പ്രാപിക്കണമെങ്കിൽ ഫൈനലായിട്ട് പൗലോസ് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. നിങ്ങൾക്കും ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും നിങ്ങളുടെ ഈ അരിഷ്ടാവസ്ഥ മനസ്സിലാക്കിയാൽ മാത്രമേ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിനെ നിങ്ങൾ ഹൃദയപൂർവ്വം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിക്കുകയുള്ളൂ. അല്ലാത്തോടത്തോളം ഒക്കെ തന്നെ നിങ്ങളുടെ ജഡത്തില് നിങ്ങളുടെ ദുരഭിമാനത്തിൽ പല പല ആശയങ്ങളും പല പല തിയറികൾ സ്ഥാപിക്കാൻ നോക്കും. നോ വേ. അതുകൊണ്ടാണ് യേശു പറഞ്ഞിരിക്കുന്നത് ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ വഴി. നമ്മൾ അടുത്ത ഈ വാക്യങ്ങൾ ചിന്തിക്കാൻ പോകുന്നുണ്ട്. ഞാൻ വാതിലാകുന്നു. ഈസ് ദ ഓൺലി വേ, ഈസ് ദ ഓൺലി വേ. ഞാൻ പ്രായശ്ചിത്ത മുഖാന്തരം വഴി തുറക്കുമെന്നല്ല പറഞ്ഞത്. ഞാൻ തുറന്ന വഴിയെ കുറിച്ച് പ്രസംഗിക്കാൻ കുറെ ഉപദേഷ്ടകന്മാരെ, അപ്പസ്തോലന്മാരെ, പ്രവാചകന്മാരെ, സുവിശേഷകന്മാരെ, ഇടയന്മാരെ, ഉപദേഷ്ടന്മാരെ അയക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഐ ആം ദ വേ, ഐ ആം ദ വേ. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ ശരിക്കും മനസ്സിലാക്കി ഉയർത്തെഴുന്നേറ്റ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കർത്താവ്, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ക്രിസ്തുയേശു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനായി മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നവൻ, അതേ അധികാരത്തോടെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളിലും നിങ്ങളെ കൂടെ വാഴുവാൻ നിങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിച്ച അവരുമായിട്ട് ഒന്നായി ചേർന്നാൽ നിങ്ങൾക്ക് പറയാം ഐ ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. അതിന്റെ പറയുന്ന പേരാണ് ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഈ ശബ്ദം കേൾക്കുന്നവർക്ക് മനസ്സിലായി തോന്നുന്നു. ഒരു പക്ഷേ നിങ്ങൾ യൂട്യൂബിൽ കൂടെ ആയിരിക്കും കാണുന്നത്, നിങ്ങൾ ലൈവായിട്ടായിരിക്കില്ല കേൾക്കുന്നെങ്കിലും തന്നെയും നിങ്ങളുടെ വിശ്വാസത്തെ കറക്റ്റ് ചെയ്യുവാനാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ തെറ്റായ വിശ്വാസമായിരുന്നെങ്കിൽ അതിനെ ഉടച്ചു കളഞ്ഞതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. നിങ്ങൾക്ക് ഒരു ശാപം ഉണ്ടാകുകയില്ല, ഒരു ശിക്ഷയും ഉണ്ടാകില്ല. ഒരു പക്ഷേ നിങ്ങൾ ശുശ്രൂഷിക്കുന്നവരായിരിക്കാം. പക്ഷെ നിങ്ങളുടെ വിശ്വാസത്തില് തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് ഈ മെസ്സേജിലൂടെ മനസ്സിലാകുന്നെങ്കിൽ അതിനെ മാറ്റിക്കളഞ്ഞ് ശരിയായ വിശ്വാസത്തെ ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിന് നിങ്ങളുടെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ച് അവനുമായിട്ട് ഒന്നായി ചേർന്ന് അവനെ വിശ്വസിച്ച് നിങ്ങൾക്ക് ഒരു സാഹചര്യം, പ്രത്യേക സാഹചര്യം വരുമ്പോൾ, ഒരു പ്രതികൂല സാഹചര്യം വരുമ്പോൾ ലോക ആശ്രയങ്ങൾ ആശ്രയിക്കാതെ ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾ വസിക്കുന്ന ക്രിസ്തുവിൽ ആശ്രയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായി ജയം കിട്ടും. താഴോട്ട് വരുന്നുണ്ട് നമ്മള് യോഹന്നാൻ സുവിശേഷത്തില്, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, അന്യന്റെ ശബ്ദം അറിയായിക്കൊണ്ട് അവൻ അവയെ വിട്ടു ഓടിപ്പോകുന്നു. ഇത് അനേകർക്ക് തെറ്റുപറ്റിയിട്ടുള്ള വിഷയങ്ങളൊക്കെയാണിത്. അതുകൊണ്ട് ആദ്യം നിങ്ങളുടെ ഫെയ്ത്തിനെ കറക്റ്റ് ആക്കുക. വിശ്വാസം 1, ദൈവം കൃപ ചെയ്യുകയാണെങ്കിൽ അടുത്തത് സ്നാനം 1,
എന്നെന്താണ് നമുക്ക് ദൈവം കൃപ ചെയ്താൽ അടുത്ത ദിവസം ചിന്തിക്കാം. ദൈവമേ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ ദൈവമേ സ്വർഗീയ പിതാവേ, തിരുവഴുത്തിൽ കൂടെ കർത്താവ് നീ ഞങ്ങളോട് സംസാരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. സത്യവിശ്വാസമല്ലാതെ കർത്താവ് ആരെങ്കിലും ഹൃദയത്തിൽ വ്യാജമായതോ അല്പമായിട്ട് ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ അതിനെ ഉടച്ചു കളഞ്ഞ് ഉയർത്തുന്ന ക്രിസ്തുവിനെ അവർ ഹൃദയത്തിൽ വാഴുവാനും അവനുമായിട്ട് ഒന്നായി ചേരുവാൻ സഹായിക്കുമാറാണ്. ക്രിസ്തുവിനെ പുനരുദ്ധാന സത്യത്തിന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളിലും കർത്താവ് വെളിപ്പെടുത്തി ഈ വചനത്തെ ഉറപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്നേഹത്തിനായി സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മായ ദൈവത്തിന്റെ സഹവാസവും കൂട്ടായ്മയും നാം കേട്ടതായിട്ടുള്ള ഓരോ വചനത്തിന്മേലും, നാം എടുത്ത തീരുമാനങ്ങളിന്മേലും, നാം പ്രാർത്ഥിച്ച ഓരോ പ്രത്ര വിഷയങ്ങളിന്മേലും, നാം അനുഗ്രഹിച്ച ഓരോ അനുഗ്രഹത്തിന്മേലും ഹല്ലേലൂയ ഈ നിമിഷം തുടങ്ങി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷത വരെ പ്രവർത്തിക്കുമാറാകട്ടെ. ക്രിസ്തുവേശു നൽകിയ ദൈവത്തെ കരങ്ങൾ ഉയർത്തി നമുക്ക് ഒരിക്കൽ കൂടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. സ്തോത്രം. താങ്ക് യു.